नहीं कोई भी चांस है कल या परसों या अभी ये सीजन बंद हो गया क्या? റോഡിൽ ഫുള്ള് മഞ്ഞാണ്, നടക്കില്ല. അപ്പോൾ കറുതുങ്കൽ കയറ്റി വിടില്ല കേട്ടോ. ചെക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഈ സീസണിൽ ബൈക്കിന് സീസൺ ക്ലോസ് ആയി എന്നാണ് കേട്ടോ. അങ്ങനെ കറുതുമല കയറാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. നിങ്ങളുടെ മനസ്സിലുള്ള പോലെ തന്നെ എന്റെ മനസ്സിലും അതേ ചോദ്യം തന്നെയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇനി എന്തായാലും കറുതുമലയോ വേറെ സ്ഥലങ്ങളിലോ കയറാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. എല്ലാവരുടെയും മഞ്ഞ് വീഴ്ചയാണ്. ഇനി ലേയിൽ നിന്നിട്ട് കാര്യമില്ല. ഇനി എങ്ങനെയും ശ്രീനഗർ പിടിക്കണം. ഇതിലെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീനഗറിലോട്ട് 450 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 12 മണിയാവാറായി. രാത്രിക്ക് മുന്നേ ഈ 450 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. It's not possible now. But you can load it in on a camper and then. See, actually, what now? They told me that they are going to Pangong route. Actually, I don't want to go to Pangong route. I just plan to go to the Trishut and just come back to Leh and going to Srinagar. So they are going to Pangong. But they would not after not know the route. I don't have that much days. Already I here 10 days. I have to return back. Already Manali route is closed. Yeah. So anytime Srinagar route is going to be closed. Who knows? So if it is closed, we will plan now. I don't have that much. If we go climb over there also, this road will be closed for everyone. That is also risky. है ना? तो बाइक लेके क्या करेंगे? Save the risk. Yeah. Okay. എന്നെ പോലെ തന്നെ കറുതുമല കയറാൻ വേണ്ടി വന്ന റൈഡേഴ്സാണ് അത്. വാനിൽ കയറ്റി കൊണ്ടുപോയിട്ട് കണ്ടുകൂടെയെന്നാണ് അവർ ചോദിച്ചത്. പക്ഷെ നിങ്ങൾക്ക് മുന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും 16,000 രൂപയൊക്കെയാണ് സോളോയ്ക്ക് ചോദിക്കുന്നത് ഒരു ഹെഡ്. അതിനുള്ള വകുപ്പില്ലപ്പാ. പിന്നെ പോരാത്തതിന് അവര് തുറത്തുക്ക് പോകുന്നില്ല, പാങ്ങോങ് വരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അതിന് 16,000 ഈസ് ഹ്യൂജ്. വളരെ സങ്കടമുണ്ട്. എന്നാലും ഒന്നും ചെയ്യാനും പറ്റില്ല. ഒന്നും ചെയ്യാനും പറ്റില്ല. എന്താ ചെയ്യാ? നോക്കില്ലേ എന്താ കാഴ്ച. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. നോക്കില്ലേ, പക്ഷേ നമ്മൾ നേച്ചറിനെ ചലഞ്ച് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. സോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മണാലി റൂട്ട് ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രീനഗർ റൂട്ടും ഏകദേശം ഇതുപോലെ ആവും. അതുകൊണ്ട് വേഗം കഴിച്ചിലാവാമെന്നാണ് പരിപാടി. ഇവിടെ നിന്ന് പോവാം, സാറില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഡോണ്ട് വറി. എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റില്ല, എനിക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റില്ലോ. നമ്മൾ വെറുതെ ചുമ്മാ വീട്ടിലിരുന്നുകൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒക്ടോബർ തുടങ്ങുന്നതിന് ആ ഒരു ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഈ ഒരു കാഴ്ച കിട്ടൂല. അപ്പോൾ നോക്കില്ലേ, ഇത് നോക്ക് മക്കളെ, ഇതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സന്തോഷമാണ് കേട്ടോ. ഓക്കെ, സോ ആരൊക്കെ വരുന്നുണ്ട് ആണ്. എന്തായാലും കയറാൻ പറ്റുന്നവർക്ക് കയറട്ടെ. എന്തായാലും ഇന്ന് കയറലും നടക്കില്ല, റിസ്കി. നാളെ ഇറങ്ങുമ്പോഴത്തേക്കും ഇതേപോലെ ഫില്ലായിട്ടുണ്ടാവും. സോ നമുക്ക് റിട്ടേൺ ചിലപ്പോൾ പെട്ടുപോവും. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ താഴെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ശ്രീനഗർ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ താഴെ പോയിട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാം.
യോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമുക്ക് കയറാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ലേയോട് ബായ് പറയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് പ്രകൃതിയോട് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തായാലും പക്ഷേ ഓക്കെ, നമ്മൾ നാച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതോടുകൂടി പക്ഷെ നമ്മുടെ റൈഡ് മസ്റ്റ് ഗോ ഓൺ ആണല്ലോ, അതുകൊണ്ട് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് നേരെ മണാലി പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷെ മണാലി റൂട്ട് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഫുൾ. അതായത് ഫുൾ അവിടെ സ്നോ ആണ്, വെരി റിസ്കി എന്നാണ് പറഞ്ഞത്. നമ്മൾ റിസ്ക് ലൈഫ് എടുക്കണം, വേണ്ടാന്നല്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് പോയി തല വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എങ്ങാനും വണ്ടി കയറുകയും ചെയ്ത് മഞ്ഞ് വീഴുകയും ചെയ്ത് കഴിഞ്ഞാൽ അട്ടൻ ടണൽ ഫുള്ളായിട്ട് ക്ലോസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും മണാലി റൂട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് ഇതുണ്ട്, എന്താ പറയുക, ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ നാട്ടിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ഓക്കെ, നാച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ റൈഡ് മസ്റ്റ് ഗോ ഓൺ ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് ശ്രീനഗർ വഴി, ഇപ്പോൾ തൽക്കാലം ശ്രീനഗറാണ് പോകാനുള്ള പ്ലാന്. ഏകദേശം 1:45 കേട്ടോ സമയം. ഇച്ചിരി ലേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ആ വെറുതെ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് കൂടെ നമുക്ക് ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ അവിടെ സ്നോ വീഴുക, എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും റൂട്ട് ബ്ലോക്ക് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പെട്ടുപോകും. സോ അതുകൊണ്ട് വേറൊരു വഴിയില്ല, നമുക്ക് പോകാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല. കാർ പ്ലേ ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ചിലർ ചോദിക്കാം. ആക്ച്വലി ഞാൻ മറ്റേ കറുത്തുമല കയറി ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് കട്ടുകളുണ്ടാവും. സോ നമ്മുടെ കാർ പ്ലേയിൽ ബൈക്ക് കാണിക്കില്ല, ഓൺലി കാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാറ് പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് ബൈക്ക് കൊണ്ട് പോകാമല്ലോ ഷോർട്ട് കട്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈൽ ഇട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പ്ലാൻ ഇതാണ്. ആദ്യം ശ്രീനഗർ എത്തുക. ശ്രീനഗറിന് നമുക്ക് എങ്ങടാ വെച്ചാൽ പോവാം. ഓക്കെ, എങ്ങടാന്നല്ല, ശ്രീനഗർ എത്തിയതിന് ശേഷം നമുക്ക് നേരെ പഞ്ചാബ് അമൃത്സർ പിടിക്കാം കേട്ടോ. അമൃത്സർ ഇല്ലാതെ നമ്മൾ എന്ത് ലഡാക്ക് ട്രിപ്പാണ്. സോ അമൃത്സർ പിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ ഇന്ന് ശ്രീനഗർ പോകുന്നു. ശ്രീനഗറിന് ശേഷം നാളെ നമ്മൾ അമൃത്സർ പിടിക്കും, മറ്റന്നാൾ അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് അമൃത്സർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ പ്ലാൻ. സോ ചേഞ്ച് ഒന്നും വരില്ലാന്നിരിക്കുന്നു. ആസ് യു നോ, ഇപ്പോൾ നമ്മൾ തിരിച്ച് ലഡാക്ക് ഇറങ്ങുന്നത് സോളോ ആയിട്ടാണ്. ആ ഒരു പ്രത്യേകത ഈ ട്രിപ്പിനുണ്ട്. സോ നിങ്ങളെ സപ്പോർട്ട് എല്ലാം വേണം. സോ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ലഡാക്ക്, ലഡാക്ക് തന്നെ വരുന്നത് കേട്ടോ. ലഡാക്ക് ലേയോട് ബായ് പറഞ്ഞ് നേരെ ശ്രീനഗറിലോട്ട് പോവാം. ഓക്കെ, സോളോ റൈഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത്. എത്ര ചെറിയ സമയമായാലും എത്ര വലിയ കിലോമീറ്റർ പോകാനും ഒരു മടിയും കാണിക്കില്ല. നമ്മൾ ശ്രീനഗർ പോകുമ്പോൾ കണ്ട കാഴ്ചയുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീനഗറിലേക്ക് കയറുമ്പോൾ വൈകിട്ടാണ്, കുറച്ച് രാത്രിയാണ് കയറിയത് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു. കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രീനഗറിന് ലേ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ഥലം കണ്ടു, ഇല്ലയെന്നല്ല, പക്ഷെ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് നൈസാണ് അല്ലേ. ആ റോഡിലൂടെയാണോ പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ആഹാ, 2 നദികൾ, പൊളി. അതേ കുറേ ബൈക്കേഴ്സ് പോകുന്നുണ്ട്. ആഹാ, പൊളി 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 പൊളി.
അടിപൊളിയല്ലേ? അതേതാണ്? നമ്മൾ താഴോട്ടാണല്ലേ പോകേണ്ടത്? നല്ലൊരു പ്രദേശമല്ലേ? നമുക്ക് വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയത്. അങ്ങ് മുകളിൽ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ സംഭവം മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സീനാവുന്നുള്ളത് മാത്രം കൊണ്ട്. നോക്കില്ലേ എന്ത് ഭംഗിയല്ലേ വെള്ളത്തിൻ്റെ കളറും ഒക്കെ നല്ല പച്ച കളറല്ലേ. ഇത് ഇൻഡസാണെന്ന് തോന്നുന്നു. ഇൻഡസ് ആണ് കേട്ടോ, ഇത് ഇൻഡസ് ആണേ. എന്താ വ്യൂല്ലേ. ലഡാക്കിന് ഞാൻ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ബൈക്ക് എവിടെ നിർത്തി ഫോട്ടോ എടുത്താലും അത് ഒന്നാം തരം ഫ്രെയിമായിരിക്കും. ആ ക്യാപ്ചർ ചെയ്ത ഫോട്ടോ നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. നിങ്ങൾ എവിടെ നിന്ന് വേണേലും ഫോട്ടോ എടുത്തോ. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഫുഡ് കഴിക്കലൊക്കെ അങ്ങ് നിർത്തിയെന്നാണ് തോന്നുന്നത്. രാവിലെ കഴിച്ച ഒരു പ്ലേറ്റ് മാഗി മാത്രമാണ് ആകെ വയറ്റിനകത്തുള്ളത്. സോളോ ട്രിപ്പിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണിത്. ഞാൻ മാത്രമാണ് ഈ സോളോ ട്രിപ്പ് അടിക്കുമ്പോൾ ഫുഡ് അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആക്ച്വലി സോളോ അടിക്കുന്ന സമയത്ത് അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ല. ഈവൻ നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോലും തോന്നുന്നില്ല. ഇപ്പം തന്നെ നോക്കിയേ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി, ഏകദേശം ഇരുട്ടി തുടങ്ങി. അതൊന്നും അറിയാതെ ഞാനിങ്ങനെ റൈഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൈഡുകളെല്ലാം മിക്കതും സോളോ റൈഡുകളാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ലഡാക്ക് വരാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗ്രൂപ്പ് റൈഡായിട്ട് വരുന്നത്. എനിക്ക് എപ്പോഴും സോളോ റൈഡാണ് കംഫർട്ട്. അതിപ്പോൾ എൻ്റെ കൂടെ വന്നവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, എനിക്ക് കംഫർട്ട് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? സോളോ റൈഡാണോ അതോ ഗ്രൂപ്പ് റൈഡാണോ നിങ്ങൾക്ക് താല്പര്യമെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കാണുന്ന മലനിരകൾക്കെല്ലാം വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ്. അതെന്തുകൊണ്ടാണെന്നാൽ നമ്മളെ ലേ വിട്ടിരിക്കുന്നു. കാർഗിലിന്റെ മണ്ണിലേക്ക് വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട്. കാർഗിൽ എന്നും നമുക്കൊരു വികാരം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാർഗിൽ എത്തിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണമെന്ന് ഞാൻ ലേന്ന് തന്നെ മനസ്സിൽ കുറിച്ചതാണ്. വേറെ എവിടെയല്ല, കാർഗിൽ മെമ്മോറിയൽ തന്നെ. നമ്മൾ ശ്രീനഗർ പോകുമ്പോൾ കണ്ടൊരു സ്ഥലം കേട്ടോ. ഇതെന്ത് പ്രതിഭാസമാണെന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ചെതൽപ്പുറ്റോ ലാഭയോ എന്ത് ചെയ്ത് ഇത് അങ്ങോട്ട് അവിടെ ഉണ്ട് കേട്ടോ. എന്തോന്നത് സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റേ ചെത്തി വെച്ച് വീട് പണിതുപോലെ മണ്ണ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല രസമുണ്ടല്ലേ. ഓക്കെ, എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വണ്ടീനെ കണ്ടു. ചേതക്കുകാരൻ ഞാൻ കേരളത്തിൽ നിന്ന് കേട്ടോ. കേരളത്തിൽ നിന്ന് ചേതക്കം എടുത്തിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, അവരിൻ്റെ പ്രൈവസി അല്ലേ, അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു കേട്ടോ. മറ്റേ ഒരു കയറ്റം കയറാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്ക് പറ്റാവുന്ന ഹെൽപ്പ് ചെയ്യാൻ നോക്കി, വേണ്ടായിരുന്നു, കയറ്റം കയറി വന്നു. ഓക്കെ, അപ്പോൾ അതാണ് മോഡ് ഓഫ് ട്രാവലോ വണ്ടിയോ ഏതോ ഒന്നും വിഷയമല്ല, പോകാനുള്ള മനസ്സ്, അതാണ് മെയിൻ കേട്ടോ. ഓക്കെ, നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ Insta360 കറപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് കറപ്റ്റായി പോയ വീഡിയോകളിൽ നമ്മുടെ കാർഗിൽ മെമ്മോറിയലിൻ്റെ വീഡിയോകൾ ഉൾപ്പെട്ടിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലേന്ന് തന്നെ തീരുമാനിച്ചത് കാർഗിൽ എത്തിയ ഉടനെ നമുക്ക് കാർഗിൽ മെമ്മോറിയൽ കഴിഞ്ഞിട്ട് യാത്ര തുടരാമെന്ന്. അങ്ങനെ ഞാൻ കാർഗിൽ മെമ്മോറിയലിൽ കയറി കേട്ടോ. സോ അടുത്തൊരു വീഡിയോയിൽ ഫുൾ കാർഗിൽ മെമ്മോറിയലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. റൈഡ് കണ്ടിന്യൂ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സമയം പോയതറിഞ്ഞില്ല. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചിരിക്കുന്നു. ഏകദേശം ഇവിടെ നിന്ന് മാപ്പ് നോക്കിയപ്പോൾ 200 കിലോമീറ്ററോളം ഇനിയും ശ്രീനഗറിലോട്ടുണ്ട്. പക്ഷെ രാത്രി ഡ്രൈവ് അതിത്തിരി കഷ്ടം തന്നെയാണ്. ഒന്ന് സേഫ്റ്റി കുറവ്, 2 തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഈ കാണുന്നതാണ് നമ്മുടെ കാർഗിൽ ടൗൺ കേട്ടോ. പക്ഷെ ഞാൻ കാർഗിൽ ടൗണിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയും ശ്രീനഗർ എത്തണം.